എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അടിപൊളിയായിട്ടുള്ള രണ്ട് PR പാത്വേസിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിനകത്ത് ജോബ് ഓഫറിന്റെ ആവശ്യമില്ല, വർക്ക് എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല, ഫ്രഞ്ച് സ്കില്ല് ആവശ്യമില്ല. ഇപ്പൊ ഫ്രഞ്ച് സ്കില്ലൊക്കെ ഒരുപാട് PR പ്രോഗ്രാംസിലൊക്കെ ചോദിച്ചിരിക്കുന്നു. ഒന്നും തന്നെ വേണ്ടാതെ PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന രണ്ട് അടിപൊളിയുള്ള സ്ട്രീമിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒട്ടും തന്നെ സമയം കൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒണ്ടാരിയിലുള്ള ഒരാളാണെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതായത് ഒണ്ടാരി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് OINPയുടെ കേസ് എന്ന് പറയുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യും. OINPയുടെ അണ്ടറിൽ വരുന്ന മാസ്റ്റേഴ്സ് ഗ്രാജുവേറ്റ് സ്ട്രീമാണ് ഇത്. അതായത് നിങ്ങൾ ഒണ്ടാരിയോയിൽ താമസിക്കുന്ന ഒരാളാണ്, നിങ്ങൾ ഒണ്ടാരിയോയിൽ നിന്ന് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ രണ്ടാമത്തെ പ്രോഗ്രാമിന്റെ കാര്യം ഞാൻ ഇതിന് ശേഷം പറയാം. അപ്പം ഇതിന്റെ അകത്ത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കണം, ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എത്ര വേണം, പിന്നെ നമ്മുടെ ഫണ്ടിന്റെ കാര്യം എങ്ങനെയായിരിക്കണം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഇതിന്റെ അകത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, ഇതിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്, എത്രത്തോളം ഫണ്ടാണ് കാണിക്കേണ്ടത്, പിന്നെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി എത്രയായിരിക്കണം, ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് എലിജിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് ഇതിന് എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ OINPയുടെ അണ്ടറിൽ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് EOI നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് അത് നമ്മുടെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് നമ്മൾ എലിജിബിൾ ആണെങ്കിലും നമുക്ക് ഇൻവിറ്റേഷൻസ് വരും. ഇങ്ങനെ നിങ്ങൾക്ക് ഇൻവിറ്റേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ IRCCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് PR ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഇതാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, ആർക്കാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എന്നുള്ളത്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1 ഇയർ ഫുൾ ടൈം ആയിട്ട് മാസ്റ്റേഴ്സ് ഒണ്ടാരിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതും എലിജിബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി. അല്ലെങ്കിലും ഈ ഒരു ഫുൾ ടൈമിന്റെ ഈക്വലൻസിൽ നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എലിജിബിൾ യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ഇനി വരുന്ന ലാംഗ്വേജിന്റെ കേസിലാണ് ഇതിന്റെ അകത്ത് ഫ്രഞ്ചിന്റെ സ്കിൽ ആവശ്യമില്ല. പൊതുവെ നമ്മൾ ഇപ്പൊ കുറെ പാത്വേസിലൊക്കെ ഫ്രഞ്ച് കിട്ടിക്കഴിഞ്ഞാൽ പോയിന്റ്സ് അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇതിന്റെ അകത്ത് ഫ്രഞ്ചിന്റെ ഒരു ആവശ്യമില്ല. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വേണം. അതായത് CLB 7+ മുകളിലേക്കായിരിക്കണം നമുക്ക് വേണ്ടിയിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഇതിന്റെ അകത്ത് നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് എടുക്കുമ്പോഴത്തേന് അക്കാഡമിക് അല്ല എടുക്കേണ്ടത്. അതായത് ഇംഗ്ലീഷിന്റെ ജനറൽ ടെസ്റ്റിലാണ് CLB 7 അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് വേണ്ടത്. അടുത്ത എലിജിബിലിറ്റിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് 2 ഇയേഴ്സിൽ 1 വർഷത്തിൽ നിങ്ങൾ ഒണ്ടാരിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് താമസിച്ചിരുന്നു. കാരണം നിങ്ങൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തത് ആ ഒണ്ടാരിയോയിൽ ഫിസിക്കലി പ്രസന്റ് ആയിട്ട് വേണം നിങ്ങൾ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്തത് ഫണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഫണ്ടിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല രീതിയിൽ കാണിക്കാം. നിങ്ങൾക്ക് സാലറി ഇത്രയുണ്ട്, അതായത് പെർ ഇയർ എത്ര സാലറി ഉണ്ടെങ്കിൽ അത് കുറച്ച് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അതിന്റെ ഡോക്യുമെന്റ്സിന്റെ പ്രൂഫ് ഒക്കെ കാണിക്കാം. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ 1 ടൈം ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൾക്കായിട്ട് ഇപ്പൊ 1-2 ദിവസം കൊണ്ട് ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നൊക്കെ ബാങ്ക് അക്കൗണ്ടിൽ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കാണിക്കുവാണെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ ചിലപ്പോൾ അവർ ചോദിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വെക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചായിട്ട് ആ ഫണ്ട് എല്ലാം സെറ്റിൽ ചെയ്തിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 25K ആണ് കാണിക്കേണ്ടതെങ്കിൽ 20K നിങ്ങളുടെ സാലറി പാക്കേജ് എപ്പോൾ ഇയർ ഉണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു പ്രൂഫും, പിന്നെ 5K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സേവിങ്സിൽ ഉണ്ട് എന്ന് പറഞ്ഞത് കമ്പൈൻഡ് ആയിട്ട് വെക്കാം. ഒറ്റ ഡോക്യുമെന്റിൽ അല്ലാണ്ട് കമ്പൈൻഡ് ഡോക്യുമെന്റ് ഫോമിൽ വെക്കാം സാലറിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ്. എക്സ്പീരിയൻസും ജോബ് ഓഫറിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. കാരണം ഇപ്പൊ പൊതുവെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രോഗ്രാംസ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിലും എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ജോബ് ഓഫർ, വാലിഡ് ജോബ് ഓഫർ വേണം. ബട്ട് ഈ ഒരു OINPയുടെ അണ്ടറിൽ ഈ ഒരു മാസ്റ്റർ ഗ്രാജുവേഷൻ സ്ട്രീമിൽ അപ്ലൈ ചെയ്യാനും നിങ്ങൾക്ക് എക്സ്പീരിയൻസും വേണ്ട, ജോബ് ഓഫറും വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ട് നിങ്ങൾ ഗ്രാജുവേഷൻ ആയിട്ടുള്ള എല്ലാവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ പറയുന്നത്, നിങ്ങൾ ഈ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് വിതിൻ 2 ഇയേഴ്സിനുള്ളിലായിരിക്കണം ഈ ഒരു പ്രോഗ്രാമിനുള്ളിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിങ്ങൾ ഗ്രാജുവേഷൻ കുറെ നാൾക്ക് ഇപ്പോൾ 4 വർഷം 3 വർഷം മുമ്പ് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു പാത്വേസിൽ നിങ്ങൾക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 2 വർഷം ആയിരിക്കണം ഈ ഒരു പ്രോഗ്രാമിനകത്ത് അപ്ലൈ ചെയ്യും. വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ വേണം ഈ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒണ്ടാരിയോ പ്രൊവിൻസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. വേറെ പ്രൊവിൻസുകൾ ആൽബർട്ട, സസ്കാൻഷോ, BC അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇത് 2 ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി
വേണ്ടിയിട്ട് പറ്റും. ഒന്ന് ഒണ്ടാരിയോ പ്രൊവിൻസിൽ താമസിക്കുന്ന ആൾക്കാർക്കും, രണ്ട് നിങ്ങൾ കാനഡയിലല്ല നിങ്ങളുടെ ഹോം കൺട്രിയിലാണ് എങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ ഈ പറഞ്ഞ എലിജിബിലിറ്റീസ് ഒക്കെ, ഈ ഒരു ക്വാളിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ബാക്കിയുള്ള പ്രൊവിൻസിലുള്ള ആൾക്കാർക്കും നിങ്ങൾ വേറെ പ്രൊവിൻസിൽ താമസിച്ചുകൊണ്ടിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതാണ് ഫസ്റ്റിലത്തെ ആ ഒരു OANP അണ്ടറിൽ വരുന്ന മാസ്റ്റേഴ്സ് ഗ്രാജുവേഷൻ സ്ട്രീം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OANP അണ്ടറിൽ വരുന്ന PhD ഗ്രാജുവേഷൻ സ്ട്രീം ആണ്. ഇതിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒണ്ടാരിയോയിൽ എലിജിബിൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾ PhD കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇതിനകത്തും നേരത്തെ മാത്രമുള്ള എല്ലാ കണ്ടീഷൻസും കൊണ്ടും നിങ്ങൾ 2 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ഒണ്ടാരിയോയിൽ ഫിസിക്കലി പ്രസന്റ് ആയിട്ടായിരിക്കണം ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ലാസ്റ്റ് 1 ഇയറിനുള്ളിൽ ഒണ്ടാരിയോയിൽ പ്രസന്റ് ആയിരിക്കണം, ഫിസിക്കലി പ്രസന്റ് ആയിരിക്കണം. പിന്നെ ഫണ്ടിന്റെ കേസിലാണെങ്കിൽ ഇതേമാതിരി തന്നെയാണ്. ഫണ്ട് നിങ്ങൾക്ക് പല രീതിയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഒന്നുകിൽ സേവിങ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് ഓഫർ, അത് സാലറി പാക്കേജ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല ഇതിനും ലാംഗ്വേജ് പ്രൊഫഷൻസി വേണം. ഫ്രഞ്ചിന്റെ ആവശ്യമില്ല, ഇംഗ്ലീഷ് ആണ് വേണ്ടത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്, ജോബ് ഓഫർ, അതും ഇതിന്റെ കേസിൽ വേണ്ട. ഇതിനകത്തും അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ OANPയുടെ അണ്ടറിൽ അപ്ലൈ ചെയ്യുക, EOI നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എലിജിബിൾ ആണ് എങ്കിൽ നമുക്ക് ഇൻവിറ്റേഷൻസ് വരും. ഇൻവിറ്റേഷൻസ് വരുന്ന സമയത്ത് നമുക്ക് IRCCയുടെ വെബ്സൈറ്റിൽ കയറി ഡയറക്റ്റ് PR അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതാണ് അടിപൊളിയായിട്ടുള്ള 2 പാത്വേസ് എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഉണ്ടായിരുന്ന പല പല പ്രൊവിൻസിലേക്ക് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് ഒണ്ടാരിയോയിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന പാത്വേസ് ആണ് ഇതുള്ളത്. അപ്പോൾ ഇതിന്റെ അകത്ത് നിങ്ങൾ എലിജിബിൾ കോളേജിൽ നിന്ന് ഈ ഒരു ക്രൈറ്റീരിയാസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതെന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം, അങ്ങനെയുള്ള അതും മെൻഷൻ ചെയ്യാം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.